നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഏപ്രിൽ മാസം 18-ാം തീയതി അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ പരീക്ഷ നടക്കാനിരിക്കുമല്ലേ. അപ്പൊ ഒരുപാട് പേര് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്ന് PSC ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഓരോ ചോദ്യവും കീറി മുറിച്ചൊന്ന് പഠിച്ചു നോക്കിയാലോ. അപ്പോൾ അതിന്റെ ആദ്യത്തെ ക്ലാസ് ആണിത്. തുടർന്നുള്ള ക്ലാസ് വേണോ, ഏതൊക്കെ സബ്ജക്റ്റ് ആണ് വേണ്ടത്, ഇംഗ്ലീഷ് വേണോ, മലയാളം വേണോ, മാത്സ് വേണോന്നുണ്ടെങ്കിൽ താഴെ യെസ് എന്ന് മറക്കാതെ കമന്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് പോയാലോ. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ഇഷ്ടം എന്നെ ഒന്ന് അറിയിക്കാൻ വേണ്ടി ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാമാണ്? തന്നിരിക്കുന്നതില് പ്രാചീന മലയാളവും ആദിഭാഷയുമാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ. ഓർക്കുക, പ്രാചീന മലയാളവും ആദിഭാഷയും. ആത്മോപദേശ ശതകം ആരുടേതാണ്? ശ്രീനാരായണ ഗുരു. ആദിഭാഷ ചട്ടമ്പി സ്വാമികളുടെ തന്നെയാണ്. വേദാധികാര നിരൂപണം ആരുടേതാണ്? ചട്ടമ്പി സ്വാമികൾ. പക്ഷേ അഖിലത്തിരിട്ട് ആരുടേതാ? വൈകുണ്ഠ സ്വാമികളുടേതാണ്. അപ്പൊ ചട്ടമ്പി സ്വാമികളെ നമുക്ക് ഇങ്ങെടുക്കാം. ഇദ്ദേഹത്തിന്റെ ജനന തീയതി തന്നെ ആദ്യം ഓർക്കുക. 1853 ഓഗസ്റ്റ് മാസം 25 തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലാണ് ചട്ടമ്പി സ്വാമികളുടെ ജനനം. എന്നാണ് 1853 ഓഗസ്റ്റ് മാസം 25 തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിൽ വസുദേവ ശർമ്മയുടെയും നങ്ങേമ്മയുടെയും മകനായിട്ടാണ് ആര് ജനിച്ചത്? ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമം എന്ത്? PSC ഒരു മാർക്ക് ചോദ്യം. കുഞ്ഞൻ പിള്ള എന്നതാണ് ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ. എന്നാൽ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഇദ്ദേഹം സമാധിയായ ഡേറ്റ് എന്നാണ്? സമാധിയായത് വർഷം പറഞ്ഞാലും മതി. അപ്പോ വർഷം എന്നാണ് ഇദ്ദേഹം സമാധിയായത്? ഓക്കെ. ശ്രീനാരായണ ഗുരുവിന്റെ സമകാലികനും സുഹൃത്തും സഹചാരിയുമായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. ആരാണ്? പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ഗുരു ആരാണെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവിന്റെയും ഗുരു തന്നെയാണ് തൈക്കാട് അയ്യാ ഗുരു, അല്ലെങ്കിൽ തൈക്കാട് അയ്യാ സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട ഒരു കോട്ടുണ്ടല്ലോ. എന്താ അത്? വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ഇനി ഇവിടെ കൃതിയല്ലേ ചോദിച്ചത്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? അദ്വൈത ചിന്താപദ്ധതി, പ്രാചീന മലയാളം, ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം. മോക്ഷപ്രദീപം എന്നത് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി രചിച്ചതാണ്. ഇതിനെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാന്ന് ചോദിച്ചാൽ മോക്ഷപ്രദീപ ഖണ്ഡനം. സർവമത സാമരസ്യം, ശ്രീചക്ര പൂജാകൽപ്പം, പുനർജന്മ നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം, അദ്വൈത പഞ്ചരം. ഇതൊക്കെ രചിച്ചതാരാണ്? നിജാനന്ദ വിലാസം. ഇതൊക്കെ രചിച്ചതാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അപ്പൊ സെറ്റാണോ? സെറ്റാണെങ്കിൽ എസ് എന്ന് പറയൂ. ഈ ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞ ഫാക്ട്സ് എല്ലാം കിട്ടിയെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എസ് എന്ന് പറയൂ. ഓക്കെ, ഇതിന്റെ ഇടയിൽ കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇപ്പോ വിഷു ഓഫർ അവൈലബിൾ ആണ്. നമ്മുടെ ആപ്പിലെ എല്ലാ കോഴ്സുകൾക്കും 10% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ വിഷു വരെയുള്ള, അതായത് ഏപ്രിൽ മാസം 15 വരെ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. വിഷു എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. വിഷു എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഏത് കോഴ്സ് ആയാലും നമ്മുടെ ആപ്പില് LGS മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള ബാച്ച് കോഴ്സുകൾ അവൈലബിൾ ആണ്. യൂണിഫോം ജോബ് എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾ കയറി ചെക്ക് ചെയ്താൽ മതി. അഫോർഡബിൾ ആയിട്ടുള്ള ഫീസേ ഉള്ളൂ. പിന്നെ ഇപ്പൊ പുതിയ ബാച്ച് LDC LGS ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 ബാച്ചിന്റെയും പ്രത്യേകത നോട്ട് പ്രിന്റ് എടുക്കാൻ പറ്റും കേട്ടോ. പ്രിന്റബിൾ നോട്ട് ഉൾപ്പെടെയാണ്. ഫുൾ സിലബസ് കവറേജ് ആണ്. എല്ലാ കോഴ്സുകളിലും ഫുൾ സിലബസ് കവറേജ് ആണ്, ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ ടോപ്പിക്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, NCERT ആവശ്യമുള്ളതിന് NCERT ചാപ്റ്റർ വൈസ് ആയിട്ട് പൊളിറ്റിക്സ് ഉണ്ട്,
അതുപോലെ എക്കണോമിക്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്. പിന്നെ പുതിയ SCERT മാറിയ SCERT 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ സോഷ്യലും സയൻസും ചാപ്റ്റർ വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തോ വേണം, തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ക്ലാസ് വരുന്നത്, ശനിയും ഞായറും റിവിഷൻ ആയിരിക്കും, ഞായറാഴ്ച പരീക്ഷ. ആ ഒരു രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളാം. LDSും LGSും ഒക്കെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. സീറ്റ്സ് ഇങ്ങനെ ഫിൽ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കയറി ചെക്ക് ചെയ്യൂ. വിഷു ഓഫർ ഇപ്പൊ അവൈലബിൾ ആണ്. 2 ദിവസം കൂടെ ഇനി ഓഫർ കാണത്തുള്ളൂ. അപ്പൊ അറിയാത്തവരെയും കൂടി ഒന്ന് അറിയിച്ചു കൊടുക്കുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ. കമ്പ്യൂട്ടറിൽ കിട്ടുമെന്ന് ഒരുപാട് പേര് ചോദിച്ചു. കമ്പ്യൂട്ടറിലും അവൈലബിൾ ആണ്. ഐഫോണിലും യൂസ് ചെയ്യാം, ആൻഡ്രോയിഡ് ഫോണിലും യൂസ് ചെയ്യാം, കമ്പ്യൂട്ടറിലും കിട്ടും കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആര്? ആനി ബസന്റ് ആണ് അധ്യക്ഷത വഹിച്ചത്. അപ്പൊ നമുക്ക് ഈ ആനി ബസന്റിനെ ഇങ്ങെടുക്കാം. ആനി ബസന്റിനെ പറ്റി PSC ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ 2ാമത്തെ പ്രസിഡന്റ് ആരാണ്? ആനി ബസന്റ് ആണ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ 2ാമത്തെ പ്രസിഡന്റ്. ഇന്ത്യക്കാരിയാണോ ആനി ബസന്റ്? അല്ല, ജന്മസ്ഥലം ലണ്ടൻ ആണ്, ലണ്ടൻ. ഇനി ആനി ബസന്റ് എന്നാണ് ഇന്ത്യയിൽ എത്തിയത്? ആദ്യമായി ഇന്ത്യയിൽ വന്നത് 1893 ആനി ബസന്റ് ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തിയത് എന്നാണ്? 1893 ആനി ബസന്റ് ഇന്ത്യയിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച വർഷം ഏതാ? പറഞ്ഞേ. 1916. എപ്പോഴും ചോദിക്കാറുണ്ട്. 1916 ആനി ബസന്റ് ഇന്ത്യയിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത്. സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? മിസസ് ആനി ബസന്റ് ആണ്. ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ ആനി ബസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയെ പ്രതിനിധാനം ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ ഈ വർഷം തന്നെ ഇന്ത്യയിൽ ആദ്യമായി എത്തിച്ചേർന്ന അതേ വർഷം 1893. ആനി ബസന്റിന്റെ പത്രങ്ങൾ ഏതൊക്കെ? ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നിവയാണ് ആനി ബസന്റ് പ്രസിദ്ധീകരിച്ച പത്രം. കോമൺവീലിന്റെ പത്രാധിപരായിരുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതും ആനി ബസന്റ് ആണ്. ഇനി ആനി ബസന്റിന്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അറിയാമോ? ഗാർഡൻ ഓഫ് റിമംബ്രൻസ്. ഗാർഡൻ ഓഫ് റിമംബ്രൻസ് ആണ് ആനി ബസന്റിന്റെ അന്ത്യവിശ്രമ സ്ഥലം. ഓക്കെ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ട് ഉണ്ടല്ലോ. INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് കൂടിയാണ് ആനി ബസന്റ്. സമ്മേളനം ഏതാണ്? 1917 ഏത് സമ്മേളനം? കൽക്കട്ട സമ്മേളനം. അപ്പൊ INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ മിസസ് ആനി ബസന്റ്. ഇനി ഒരു ചോദ്യം, INCയുടെ ഇന്ത്യക്കാരിയായ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു. സരോജിനി നായിഡുവിന്റെ ബർത്ത്ഡേ ഉണ്ടല്ലോ, ഫെബ്രുവരി 13. അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇന്ത്യയിൽ നാഷണൽ വിമൻസ് ഡേ ആയിട്ട് ആചരിക്കുന്ന ഡേറ്റ് ഫെബ്രുവരി 13. വേൾഡ് വിമൻസ് ഡേ എന്നാണ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ വിമൻസ് ഡേ എന്നാണ്, മാർച്ച് 8. പക്ഷെ നാഷണൽ വിമൻസ് ഡേ ഇന്ത്യയിൽ ആചരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 13. അത് സരോജിനി നായിഡുവിന്റെ ബർത്ത്ഡേ ആണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സരോജിനി നായിഡു. അപ്പോ സരോജിനി നായിഡുവാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യത്തെ ഇന്ത്യൻ വനിത. ഏത് സമ്മേളനം? 1925 കാൺപൂർ സമ്മേളനം. 1925 കാൺപൂർ സമ്മേളനം. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണെന്ന് പറഞ്ഞില്ലേ? ഇന്ത്യയുടെ വാനമ്പാടി എന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഗാന്ധിജിയാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് ഒന്ന് തിരിച്ചു വന്നാലോ? മലബാർ ജില്ലാ കോൺഗ്രസ് നോക്കാം. അപ്പൊ മലബാർ ജില്ലാ കോൺഗ്രസിനെ കുറിച്ച് പറയാം. 1916 മുതൽ 1920 വരെയാണ് മലബാർ ജില്ലാ കോൺഗ്രസ് നടന്നത്. 1916 മുതൽ 1920 വരെ. അപ്പൊ ഓരോന്നായിട്ടും ശ്രദ്ധിച്ച് കേട്ട് പഠിച്ചേ. 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം, ആദ്യത്തെ സമ്മേളനം 1916 അപ്പൊ അതിന് അധ്യക്ഷത വഹിച്ചത് ആര്? മിസസ് ആനി ബസന്റ് ആണ്. എവിടെ വെച്ചാ നടന്നേ? പാലക്കാട് വെച്ചിട്ടാണ് നടന്നത്. കിട്ടിയല്ലോ. പാലക്കാട് വെച്ചാണ് ഒന്നാമത്തെ അല്ലെങ്കിൽ പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് നടന്നത്. എവിടെ വെച്ച് നടന്നത്? പാലക്കാട് വെച്ച്. ഇനി 2ാം മലബാർ ജില്ലാ കോൺഗ്രസ് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട്. എവിടെ വെച്ചാ നടന്നത്? കോഴിക്കോട് വെച്ച്. അതിന് അധ്യക്ഷത വഹിച്ചത് CP രാമസ്വാമി അയ്യർ, ദിവാൻ CP രാമസ്വാമി അയ്യരാണ് 2ാം മലബാർ ജില്ലാ കോൺഗ്രസിന് അധ്യക്ഷത വഹിച്ചത്. അതും കിട്ടിയല്ലോ. ഇനി 3ാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസിന് അധ്യക്ഷത വഹിച്ചത് ആസാദ് അലി ഖാൻ ബഹദൂർ. ആസാദ് അലി ഖാൻ ബഹദൂർ. എവിടെ വെച്ചാ നടന്നത്? തലശ്ശേരി. എവിടെ വെച്ചാ നടന്നത്?
തലശ്ശേരി. മൂന്നാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് നടന്നത് എവിടെ വെച്ചാൽ തലശ്ശേരി. അതിന് അധ്യക്ഷം വഹിച്ച ആരാണ്? ആസാദ് അലി ഖാൻ ബഹദൂർ. നാലാം മലബാർ ജില്ലാ കോൺഗ്രസ് നടന്നത് എവിടെ വെച്ചാ? വടകര. വടകര എവിടെയാണ്? കോഴിക്കോട് തന്നെയാണ് വടകര. അധ്യക്ഷം വഹിച്ചത് ആരാണ്? KP രാമൻ മേനോൻ. KP രാമൻ മേനോൻ. അപ്പോ 16 പാലക്കാട്, 17 കോഴിക്കോട്, 18 എവിടെയാണ്? തലശ്ശേരി, 19 വടകര. ലാസ്റ്റ് 1920 അഞ്ചാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ്. 5 മഞ്ച് എന്ന് ഓർത്തു കഴിഞ്ഞാൽ കിട്ടും. എപ്പോഴും ചോദിക്കാറുള്ളത് ഈ ഒന്നാമത്തെയും അഞ്ചാമത്തെയുമാണ്. ഇടയ്ക്കുള്ളത് അങ്ങനെ ചോദിക്കാറില്ല. 2, 3, 4 അങ്ങനെ ചോദിക്കാറില്ല. അപ്പൊ ഈ 1ഉം 5ഉം നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെച്ചോ. 1 ആനി ബസന്റ്, 5 മഞ്ചേരിയിൽ ആരായിരുന്നു? കസ്തൂരി രംഗ അയ്യഗാർ. മഞ്ചേരി. 5 മഞ്ചെന്ന് ഓർത്തു കഴിഞ്ഞാൽ അത് എളുപ്പം കിട്ടും. മഞ്ചേരി അഞ്ചാമത്തത്. ആരാണ് അധ്യക്ഷം വഹിച്ചത്? കസ്തൂരി രംഗ അയ്യഗാർ. കസ്തൂരി രംഗ അയ്യഗാർ. അപ്പൊ 1920 മലബാർ ജില്ലാ കോൺഗ്രസ് നടന്ന സ്ഥലം മഞ്ചേരി. അധ്യക്ഷം വഹിച്ച ആരാണ്? കസ്തൂരി രംഗ അയ്യഗാർ. ഇനി അത് മാത്രം പഠിച്ചാൽ പോരാ. 1920 എന്തൊക്കെ ചർച്ചകളാണ് നടന്നത്, അല്ലെങ്കിൽ 1920 മഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തെല്ലാം? നമ്മുടെ SCRT-യിലുണ്ട്. ഭരണപരിഷ്കാരം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത്. ഭരണപരിഷ്കാരം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് എന്നിവയാണ് ഈ മഞ്ചേരിയിലെ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ. ഇനി അവിടെയും കഴിഞ്ഞില്ല ഈ മഞ്ചേരി കോൺഗ്രസേഷൻ. മഞ്ചേരി ജില്ലാ കോൺഗ്രസേഷന്റെ പ്രാധാന്യം. കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്ന സമ്മേളനം ഏത്? സൂററ്റ് എന്ന് പറയുമ്പോൾ സൂററ്റ് സ്പ്ലിറ്റ് അല്ലേ നമ്മൾ ഓർക്കുന്നത്? അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. മഞ്ചേരിയിൽ നടന്ന 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനമാണ് കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോ ആനി ബസന്റും അനുയായികളും ഈ 5ാം മലബാർ ജില്ലാ സമ്മേളനത്തിൽ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോകുകയും മലബാർ ജില്ലാ കോൺഗ്രസിന്റെ അവസാന സമ്മേളനമാണ് 1920 നടന്നത്. സ്പ്ലിറ്റായി പോയി. അതുകൊണ്ടാണ് കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത്. മഞ്ചേരിയിലെ ഈ മലബാർ ജില്ലാ കോൺഗ്രസ് സെഷൻ. ആരൊക്കെ ഇറങ്ങിപ്പോയി? ആനി ബസന്റും അനുയായികളും ഒക്കെ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അപ്പൊ ആ വർഷം തന്നെയാണ് ആര് കേരളത്തിലേക്ക് എത്തുന്നത്? ഗാന്ധിജി. 1920 ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ എത്തുന്നത്. അതും ചോദ്യമാണ്. അപ്പൊ ഗാന്ധിജി കോഴിക്കോട്ടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം 1920. ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വരുന്ന വർഷം 1920. അപ്പൊ സെറ്റാണോ? ഈ 2 ചോദ്യങ്ങളും ഞാൻ ഏകദേശം ഒരു 80-ലധികം ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കിട്ടി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു അതൊന്ന് താഴെ കമന്റ് ചെയ്യൂ. നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്യുക. പിന്നെ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ വിഷു ഓഫറിന്റെ കാര്യം മറക്കണ്ട. ഇപ്പൊ വിഷു ഓഫർ റണ്ണിങ് ആണ്. എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സ് പർച്ചേസ് ചെയ്തോളാം. പിന്നെ ക്ലാസ്സിനുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആപ്പിൽ തന്നെ ഡയറക്ട്ലി എന്നോട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.